നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ അടിപൊളി എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഈ ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: വെല്ലുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് തേങ്ങാപ്പാൽ. അപ്പോൾ ഒരു അരമൂടി എടുത്തിട്ട് അതിൽ തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടിട്ട് പെരിഞ്ചീരകം ഇടുക കേട്ടോ. അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക. മുരിച്ചെടുത്തതിന് ശേഷം വെല്ലുള്ളി, പച്ചമുളക്, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഈ ഒരു 4 മസാലകൾ മാത്രം യൂസ് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം തക്കാളി ഇട്ടിട്ട് കുറച്ച് പോലും വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. മധുരമുള്ള തേങ്ങയായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ അങ്ങനെ മധുരം അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി കേട്ടോ. തേങ്ങാപ്പാലിൻ്റെ കൂടെ ഈ ഒരു തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം കൂടെ ഒഴിച്ചു കൊടുക്കുക. അതും ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് 3-4 പ്രാവശ്യം തേങ്ങാപ്പാൽ ഇതേപോലെ ഒഴിച്ചൊഴിച്ച് കുറുക്കി എടുത്തുകൊണ്ടേയിരിക്കുക. പിന്നെ അവസാനം നമ്മൾ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കസ്തൂരി മെത്തിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുറച്ച് കുറുക്കിയെടുക്കുക. പിന്നെ അവസാനം ബാക്കി വെച്ചിട്ടുള്ള എല്ലാ തേങ്ങാപ്പാലും ഫുള്ളായി ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പില, മല്ലിയിലും കൂടി മേലിട്ടിട്ട് മുട്ട ഒന്ന് അതിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് രണ്ടായിട്ട് കീറിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഈ ഒരു മസാലയിലേക്ക് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ മസാലകളൊക്കെ മുട്ടയുടെ മേലൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചിട്ട് ഒന്ന് ചൂട് കൊള്ളിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹോട്ടൽ സ്റ്റൈലിലുള്ള നമ്മുടെ എഗ് റോസ്റ്റ് റെഡിയായി. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം ഒന്നും പറയണം കേട്ടോ. അപ്പോൾ ശരി, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും വീണ്ടും കാണാം. അതുവരെ ബൈ.